PM ശ്രീ കരാറുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനം എടുക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. PM ശ്രീയുടെ ഇപ്പോഴത്തെ സ്ഥിതിയെക്കുറിച്ച് റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഫെഡറൽ സംവിധാനത്തിൽ അർഹതപ്പെട്ട പണമാണ്, അതിനെ കണ്ടീഷൻ വയ്ക്കുന്നത് ശരിയല്ല. സ്കൂൾ തുറക്കുമ്പോഴേക്കും പാഠപുസ്തക വിതരണം പൂർത്തിയാകുമെന്നും മന്ത്രി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മാതൃഭൂമി ന്യൂസിനൊപ്പം ഉണ്ട്. അഭിനന്ദനങ്ങൾ മിനിസ്റ്റർ. നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ളൊരു വകുപ്പാണ്. അപ്പോൾ പ്രവേശനോത്സവമാണ് ഇനി വരാൻ പോകുന്നത്. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് പാഠപുസ്തകങ്ങൾ എത്തിക്കണം എന്നുള്ളതാണ് ഒരു മുഖ്യ അജണ്ട. അപ്പോൾ അതിൽ ഇതുവരെ അച്ചടിയുടെ കാര്യത്തിൽ ചില ആശങ്കകൾ കേട്ടിരുന്നല്ലോ. അപ്പോൾ അത് ഞങ്ങൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്തു. ഈ 30-ാം തീയതിക്കകം എല്ലാ സ്കൂളുകളിലും പാഠപുസ്തകം എത്തിക്കാൻ കഴിയുമെന്നാണ് ഇന്നലത്തെ യോഗം വിലയിരുത്തിയത്. അത് ഡയറക്ടർ അതിൻ്റെ ചുമതല ഏൽക്കുകയും ചെയ്തു. അത് ചെയ്യിക്കാമെന്ന് പറഞ്ഞു. ഈ സെക്കൻഡ് സ്റ്റേജിൽ കൊടുക്കേണ്ട ചില വർക്ക് നോട്ട് അങ്ങനെയുള്ള ഇതുണ്ട്. അത് ജൂൺ 15-ന് ശേഷമാണ് അത്തരം കാര്യങ്ങളുടെ ക്ലാസ് തുടങ്ങുക. അപ്പോൾ ആ പുസ്തകങ്ങൾ ജൂൺ 10-ന് മുമ്പായിട്ടും. പിന്നെ പ്രവേശനോത്സവം അന്ന് അസംബ്ലി നടക്കുന്നൊരു സമയം കൂടി ആയതുകൊണ്ട് തിരുവനന്തപുരത്ത് തന്നെ വെച്ച്, കാരണം മറ്റ് ജില്ലകളിലേക്കൊക്കെ ആകുമ്പോൾ അസംബ്ലി ഞങ്ങൾക്ക് ആർക്കും പോകാൻ കഴിയാത്തൊരു പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ ചെയ്യാമെന്ന് വെച്ചു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ പ്രവേശനോത്സവത്തിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ടൗണിലാണ് നിർവഹിക്കുക. സ്കൂളിൽ നിന്ന് തീരുമാനിച്ചു. ഞങ്ങൾ കണ്ടുവച്ചത് കോട്ടൺ ഹിൽസ് ആണ്. അത് ഒന്നും കൂടി വെരിഫൈ ചെയ്യാണ്ട് അങ്ങനെ ഒരു വളരെ സ്മൂത്തായി ഒരു അധ്യയന വർഷം ആരംഭിക്കാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ ഇന്നലെ തുടങ്ങി വെച്ചിട്ടുണ്ട്. നമ്മളെ വകുപ്പ് വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം കൂടിയാണ്. പൊതുവേ കേരളം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അതിൻ്റെ ഒരു എഫക്റ്റ് എല്ലാ വകുപ്പിലും ഉണ്ടാവും, വിദ്യാഭ്യാസ വകുപ്പിലും ഉണ്ടാവും. PMCയുടെ കാര്യം, PM ശ്രീ നയപരമായ തീരുമാനം എടുക്കേണ്ടതാണ്. അത് UDF തീരുമാനിക്കും. ഞാൻ അതിൻ്റെ ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടു, പിന്നെ അത് ക്യാൻസൽ ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസൻറ്റ് സ്റ്റാറ്റസ് എന്താണ്? നമുക്ക് 1000 കോടിയോളം രൂപ കിട്ടാനുണ്ട് കേന്ദ്രത്തിൽ നിന്നല്ലേ? തീർച്ചയായും ഒരു ഫെഡറൽ സംവിധാനത്തിൽ അത് നമുക്ക് അർഹതപ്പെട്ട പണമാണ്. അതിന് കണ്ടീഷൻ വെക്കുന്നത് ശരിയല്ല. അത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ഒരു പ്രയോഗമാണ്. ഏറ്റവും ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അധ്യാപകൻ കൂടിയായ നമ്മുടെ മുൻ രാഷ്ട്രപതി പറഞ്ഞിട്ടാണ്, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വിദ്യാഭ്യാസ മേഖലയിലെ ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മുടെ സർക്കാർ പൊതുപണം എത്ര അവിടെ ചെലവഴിച്ചാലും അത് തലമുറകളിലേക്ക് കടന്നു പരന്നൊഴുകും. ആശംസകൾ മിനിസ്റ്റർ. എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആ മേഖലയിൽ, ആ വകുപ്പിൽ കുട്ടികൾക്ക് വേണ്ടി നടത്താൻ കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുകയാണ്. ജയചന്ദ്രനൊപ്പം TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.